നഴ്സിംഗ് വിദ്യാർത്ഥിയായ ആരോമലിന് ഇത് കന്നിയോട്ട്. അവനമഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂളിലെ 150 നമ്പർ ബൂത്തിൽ ആരോമൽ ആവേശത്തോടെയാണ് ആദ്യ വോട്ട് ചെയ്യാനെത്തിയത്. പക്ഷേ ആരോമലിനെ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല. കാരണം ആരോമലിൻ്റെ വോട്ട് തപാൽ വോട്ടായി നേരത്തെ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ആരോമൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതി നൽകി. ഇത് 151 നമ്പർ ബൂത്താണ്. അവനമഞ്ചേരി HS ആണ്. 150 ബൂത്ത് നമ്പറാണ്. ഇദ്ദേഹം വോട്ട് ചെയ്യാനായിട്ട് ഇവിടെ വോട്ട് ചെയ്യാൻ വന്ന് ക്യൂവിൽ നിന്ന്, കാലത്ത് നല്ല ക്യൂ ആയിരുന്നു. ഏകദേശം 1.5 മണിക്കൂറോളം ക്യൂവിൽ നിന്നിട്ടാണ് വോട്ട് ചെയ്യാനായിട്ട് അകത്ത് കയറിയത്. അപ്പോഴേക്കും പോളിംഗ് ഉദ്യോഗസ്ഥർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പോസ്റ്റൽ വോട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരു കാരണവശാലും വോട്ട് ചെയ്യാൻ പറ്റില്ലെന്നാണ്. ഇദ്ദേഹം BSc നഴ്സിംഗ് ആണ്. പുള്ളി ഇത് ബാലറ്റ് ഇതിൻ്റെ പോസ്റ്റൽ വോട്ടിനെ കുറിച്ച് പുള്ളിക്ക് അറിഞ്ഞു പോലും കൂടാ. ഇവിടെ വന്നപ്പോൾ ഒരു കാരണവശാലും ചെയ്യാൻ ഒക്കില്ലെന്ന് പറഞ്ഞു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കളക്ടറേറ്റുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ കളക്ടറേറ്റിലും അവർക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയില്ല. അവർ നോക്കാമെന്ന് പറയുന്നതല്ലാതെ ഇതിനൊരു ഉത്തരവില്ല. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെത് കന്നി വോട്ടാണ്. അപ്പോൾ അടിയന്തരമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാവണം. ഇതേ വോട്ട് ചെയ്യാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യിക്കുകയാണ്. പക്ഷേ അധികാരികൾ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. സാധാരണ ഇതിൽ പോസ്റ്റൽ വോട്ടിന് അപേക്ഷിച്ചാൽ പോലും ആ പോസ്റ്റൽ വോട്ട് കിട്ടാറില്ല. പക്ഷേ ഇദ്ദേഹത്തിന് അപേക്ഷിക്കാതെ വിദ്യാർത്ഥി പോസ്റ്റൽ വോട്ട് ചെയ്തെന്നാണ് പറയുന്നത്. അത് ഗൗരവമായിട്ട് കാണേണ്ട കേസാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായിട്ടുള്ളൊരു തെറ്റാണിത്. അടിയന്തരമായിട്ട് ഇതിന് നടപടി സ്വീകരിക്കണം. എൻ്റെ ഫസ്റ്റ് വോട്ടാണ്. പക്ഷേ ഞാൻ ഇവിടെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് എൻ്റെ വോട്ട് മറ്റേ പോസ്റ്റൽ വോട്ടെന്ന് പറഞ്ഞ് ഇട്ടേക്കണം. പക്ഷേ ഞാൻ BSc നഴ്സിംഗ് 3rd ഇയർ ഞാൻ പഠിക്കുന്നത് രാമകൃഷ്ണ മിഷൻ ശാസ്ത്രമംഗലത്ത്. അപ്പോൾ എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫസ്റ്റ് കന്നി വോട്ടാണ് എൻ്റെ. ഒടുവിലിത് സാങ്കേതിക തകരാർ മൂലം സംഭവിച്ചതാണെന്ന് കണ്ടെത്തി റിട്ടേണിംഗ് ഓഫീസറുടെ അനുമതിയോടെ ടെൻഡർ വോട്ട് ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ ആരോമൽ കന്നി വോട്ട് രേഖപ്പെടുത്തി സന്തോഷവാനായി മടങ്ങി.